ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഭവനങ്ങളിൽ മിക്കവാറും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതിനുള്ള പരിശീലനം മാതാപിതാക്കൾ മക്കൾക്ക് നൽകാറുണ്ട്. ഓരോ ദിവസത്തെയും അധ്വാനത്തിനും സമ്മർദ്ദങ്ങൾക്കും ശേഷം തല ചായ്ക്കുന്നതിന് മുമ്പ് പ്രിയ രക്ഷകനുമായുള്ള അല്പനേരത്തെ സംസർഗം എല്ലാവരിലും ഊർജം പകരുന്നതാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയും ഉറക്കത്തിൽ നമ്മെ കാത്തു സൂക്ഷിക്കേണ്ടതിനായി ദൈവം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് സാധാരണയാണല്ലോ. 1819 ഒരു രാത്രിയിൽ ജെയിംസ് എഡ്വസ്റ്റൺ എന്ന ഒരു യുവശില്പി അബീസിയായിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സഞ്ചാരിയുടെ അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. അവിടെയുള്ള നാട്ടുക്രിസ്ത്യാനികൾ അവരുടെ സന്ധ്യാപ്രാർത്ഥന സമയത്ത് പാടിയ യേശുവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന പാട്ട് ഗ്രന്ഥകർത്താവിനുണ്ടായ വികാരങ്ങളെക്കുറിച്ച് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ആ വിവരണം ആ യുവാവിൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. പകലത്തെ വീഴ്ചകൾ ക്ഷമിക്കുന്നതിനും രാത്രിയിൽ സുരക്ഷിതമായി കാക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ആ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ആ വരികൾ വായിച്ചപ്പോൾ തന്നെ ആ യുവശില്പിയുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ തന്നെ സ്പർശിക്കുവാനിടയായിത്തീർന്നു. അന്നുവരെയും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പ്രശസ്തനായ കെട്ടിടങ്ങളുടെ നിർമ്മാതാവായിട്ടായിരുന്നു. എന്നാൽ ആ വരികൾ വായിച്ചപ്പോൾ അത് തന്നെ വല്ലാതെ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു. ശില്പിയായ ജെയിംസ് അന്നൊരു തീരുമാനമെടുത്തു. ഓരോ സന്ധ്യായാമങ്ങളിലും വിശ്രമിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയുള്ള ചില പ്രത്യേക പാട്ടുകൾ രചിക്കണം. പ്രിയ രക്ഷക, ഞങ്ങൾ ഇന്നു രാത്രി വിശ്രമിക്കുന്നതിന് മുമ്പ് നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിയണമേ. ഞങ്ങളുടെ പാപവും പോരായ്മകളുമെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു. നിനക്ക് ഞങ്ങളെ രക്ഷിപ്പാനും ഞങ്ങളെ സൗഖ്യമാക്കുവാനും കഴിയും. ആ യുവശില്പിയുടെ മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണിത്. കേവലം ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിലെ അറിയപ്പെടുന്ന ശില്പിയായി മാത്രം ലോകമറിഞ്ഞിരുന്ന ജെയിംസ് പിന്നീട് ഏറ്റവും അറിയപ്പെടുവാനിടയായിത്തീർന്നത് അനേക പ്രിയപ്പെട്ടവർക്ക് ആത്മീക പ്രചോദനം നൽകുന്ന ഗാനങ്ങൾ രചിക്കുന്ന ഒരു ഗാനരചയിതാവ് എന്ന നിലയിലാണ്. ഇന്ന് നിദ്രയ്ക്കായി കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുൻപാകെ തലവണക്കുവാൻ മറന്നു പോകരുത്. എമ്മൗസിലേക്കുള്ള വഴിയിൽ വെച്ച് ശിഷ്യന്മാർ ചെയ്തതുപോലെ ഭക്ത്യാദരവോടെ പ്രിയ രക്ഷകനോട് അപേക്ഷിക്കുക, നാഥ ഞങ്ങളോടുകൂടെ പാർക്കുക. തീർച്ചയായും അവൻ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും നമ്മോടൊപ്പം സുഖമായി വസിക്കുകയും ചെയ്യുന്നവനാണ്. അവനോടൊത്ത് ഒരു രാത്രി വിശ്രമിക്കുവാൻ നമുക്ക് അവസരമുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹത്തിന് കാരണമായി തീരും. ആശങ്കകൾ നിറഞ്ഞ പകൽക്കാല ജീവിതാനുഭവങ്ങളിൽ നിന്ന് മോചനവും രാത്രിയിൽ ഭയരഹിതമായ ജീവിതവും പ്രഭാതയാമത്തിൽ അന്ന് ജീവിക്കുവാൻ ആവശ്യമായ ഊർജവും ഈ പ്രാർത്ഥനാ അനുഭവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.